സിഗരറ്റ്. നവനീത കൃഷ്ണന്റെ മരണം ഒഫീഷ്യലി ക്ലീനാ. അതിനുവേണ്ടി ഞാൻ എൻ്റെ സർവ്വ കോണ്ടാക്ട്സ് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. യുനോ ദാറ്റ് വാസ് നോട്ട് സോ ഈസി. ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ചെയറിലിരുന്ന് ചെയ്തതല്ല അരുതാത്ത കാര്യങ്ങൾ. Now I've got to justify myself for that sin. ഒരുപാട് കണക്കുകൾ ബാക്കിയില്ലടോ ചങ്ങാതി. തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഇനിയൊരു ഒറ്റുകാരന്റെ വേഷത്തിൽ വീണ്ടും വയ്യ, മതിയെ. എനിക്കാരോടും പ്രതികാരം ചെയ്യാനില്ല. നിങ്ങളന്ന് പറഞ്ഞതുപോലെ സ്ട്രീറ്റ് റൗഡിയായിരുന്ന കിഷൻജിയുടെ ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അന്നങ്ങനെ കൊല്ലപ്പെട്ടത് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ അത് കിഷൻജി അർഹിക്കുന്ന മരണം തന്നെ ആകുമായിരുന്നുള്ളൂ. ദൈവത്തിന് പറ്റിയ കൈപ്പിഴ പോലെ പകരം അനന്തമായിപ്പോയി. ആരെയാ ഞാനതിന് പഴി പറയേണ്ടത്? ആരോടാ ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്? സ്വന്തം കൂടപ്പിറപ്പിനെ കൺമുമ്പിലിട്ട് വെട്ടി നുറുക്കിയിട്ടും തനിക്കിപ്പോഴും കൂറായാളോട് തന്നെയല്ലടോ. അതെ അതെ, ഗോവിൻജിയോട് കൂറുകൂടുമ്പോ എനിക്കറിയാമായിരുന്നു അയാൾ എന്തിനാ എന്നെ കിഷൻജി ആക്കുന്നതെന്ന്. അയാളൊന്നും ഒളിച്ചു വെക്കാറില്ല. ഗോവിൻജിയോട് നേർക്കുനേർ ഏറ്റുമുട്ടി ജയിക്കാൻ നിങ്ങൾക്കാവില്ല. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്നെ അനന്തമാക്കിയത് നിങ്ങൾക്ക് ജയിക്കാനാണെന്നും അറിയാം. അറിയാം സാർ. നിങ്ങളുടെ പിന്നിൽ ഞാൻ നിന്നാൽ അയാളതറിയും. പിന്നെ ഇവിടെ എത്താനും എന്നെ കാണാനും തിരിച്ചറിയാനും അയാൾക്കധികം സമയമൊന്നും വേണ്ട. ദുരന്തങ്ങൾ എൻ്റെ വീടിന്റെ പടി കയറി വരും. കിഷൻജിയുടെ പേരിൽ ഇനി ഒരാൾ മരിക്കരുത്. ജീവിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? പേടിയാണ് സാർ, പേടിയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു ജന്മത്തിന്റെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയാനുണ്ട്. ദയവ് ചെയ്ത് കിഷൻജിയെ തേടി ഇനി ഇവിടെ വരരുത്, പ്ലീസ്. അവൾക്ക് എന്താ ഫോണൊന്നും എടുത്താ? ഓടി ഓടി കാല് കഴിക്കാം. അവള് പഠിക്കുകയല്ലേ, നിനക്ക് പോയി എടുത്താൽ എന്താ? പഠിത്തം കളത്തരാ. ഹലോ, യെസ്, അനന്തകൃഷ്ണൻ. താങ്ക് യു. അച്ഛാ, അനന്ത്, എനിക്ക് ബ്ലൂ ക്രോസ് ഇന്റർനാഷണലിന്റെ അവാർഡുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവാർഡെന്നാ. നിന്റെ പുസ്തകത്തിനാ? പുസ്തകത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കണക്കിലെടുത്താവൂല്ലോ. പാർവതി, അപർണേ, അറിഞ്ഞോ? അനന്തൂർ അവാർഡ് കിട്ടി. അനന്തേട്ടന് ഒരു സന്തോഷം തോന്നുന്നില്ലേ? അനന്ത, ഞാൻ കണ്ടു. എന്ത് കണ്ടു? അതെ, കളിയൊന്നല്ല, അന്തർദേശീയ അവാർഡാ കിട്ടിയിരിക്കണേ. എന്തേ? ഇപ്പൊ കാണിച്ചു തരാം. അമ്മേ, അനന്തേട്ടനൊരു ലോക്കൽ അവാർഡും കൂടി കിട്ടി. ഇതൊന്നും പോയി അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ടാട്ടോ. പറഞ്ഞാൽ നിനക്ക് എന്നെ മോശം, എനിക്കല്ല. വേണ്ട, നിന്റെ സൂക്കേട് ഗോവിന്ദിക്ക് മനസ്സിലാകുന്നുണ്ട്. വേണേ തിന്നു. പിന്നെ കുറുകുറു പറഞ്ഞ് ചിണുങ്ങിയിട്ട് കാര്യമില്ല. ഇല്ലേ പെന്നെ? മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇത്ര കാലത്ത് തന്നെ? അപ്പൊ സംഗതി അറിഞ്ഞിട്ടില്ല. എ മാൻ ഓഫ് കമ്പാഷൻ ഹോണേഡ്. മാൻ ഓഫ് കമ്പാഷൻ, കരുണയുടെ ആൾ രൂപം. അനന്തകൃഷ്ണൻ എന്നാത്ര പേര്. ഒറ്റപ്പാലം NSS കോളേജിൽ ബോട്ടണി ലെക്ചറാണ്. ഓട്ടോബയോഗ്രഫി ഓഫ് എ സ്പാരോ എന്നൊരു പുസ്തകം എഴുതി. ಸಾಕು, ನೀನು ಒಳಗಡೆ ಹೋಗು.
ഇനി അവൻ്റെ ട്വിൻ ബ്രദർ മറ്റോ ആണോ? ഇങ്ങനൊരാളുടെ കാര്യം അവൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഒറ്റപ്പാല NSS കോളേജ് ഞാനൊന്ന് വിളിച്ചന്വേഷിക്കുക, വൈകിക്കണ്ട. ഫുൾ ഡീറ്റെയിൽസ് വേണം എനിക്ക് ഈ അനന്തകൃഷ്ണനെ കുറിച്ച്. അനന്തു, അനന്തു, എന്താടാ ഇത്? എപ്പോഴും വാതിലടച്ചിങ്ങനെ. നിന്നെ കാണാൻ ആരണ്ട് വന്നിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോറ്റിന്നോ, കൂടെ വേറൊരാളുണ്ട് തടിച്ചു കുറുതായിട്ട്. കിഷൻ, ഒരു നിമിഷം ഞാൻ വിചാരിച്ചു എന്റെ കിഷൻ തന്നെയാണ്. എനിക്കും തോന്നി. ഇരിക്കുക. ആരാ? എന്താ വേണ്ടത്? ഞാൻ സുബ്രഹ്മണ്യ പോറ്റി, ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാ. ഓ, ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം ഗോവിന്ദ്ജി എന്ന് പറയും. എന്റെ കൂടെ ആയിരുന്നു കിഷൻ, നിങ്ങളുടെ ട്വിൻ ബ്രദർ നവനീത് കൃഷ്ണൻ. വക്കീലേ, കൊടുക്ക. അവൻ ജീവിച്ചതും മരിച്ചതും ഒക്കെ എനിക്ക് വേണ്ടിയാ. കുറച്ച് പണം തന്ന് കടന്നു തീർക്കല്ല, എന്നാലും ഒരു... എന്താടാ അവർക്ക് വേണ്ടത്? ഇയാള് ഗോവിന്ദ്ജി എന്ന് പറയൂ അത്രേ. നമ്മുടെ കിച്ചു ഇയാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. ഓഹോ, അപ്പോ എഴുന്നേക്കുക, അധികം നിൽക്കാതെ സ്ഥലം വിടുക. എന്താപ്പത്? അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആളൊന്നും അല്ലാതെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോ ഒരുമാതിരി ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ ഇത്. എന്റെ കുട്ടിയെ കൊണ്ടുപോയി വഴിതെറ്റിച്ച് കുരുതി കൊടുത്തിട്ട് എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ പടി കയറി വന്നത്? ആളെ ശരിക്കും മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ... മരിച്ചത് ഇദ്ദേഹത്തിന്റെ മകനാടോ. ഇങ്ങനെയൊക്കെ അല്ല പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? ക്ഷമിക്കണം, ഒരറിവില്ലായ്മയായിട്ട് കണക്കാക്കിയാൽ മതി. ഓ, അങ്ങനെ തന്നെ കണക്കാക്കിക്കോളാം. ഈ കിഴിയും കൂടെ എടുത്തോണ്ട് പോവാ. വരട്ടെ മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഇനി വരരുത്. കിച്ചുവിന്റെ കൂട്ടുകാരെ ഒന്നും കാണാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഡിസ്റ്റർബ് ചെയ്താൽ ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും.